ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റമിസ് ആണ്. അപ്പം നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. നമ്മളിപ്പോൾ ഇതാണ്ട് 6 CBSE സ്റ്റുഡൻ്റ് ആണ്. ഇത്തവണ നമ്മുടെ സിലബസ് മാറിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുവരെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫോളോ ചെയ്ത അതേ സിലബസിൻ്റെ ബേസിലുള്ള ക്ലാസ്സുകളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നത്. നമ്മുടെ സിലബസിൻ്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാൽ പിന്നെ നമ്മൾ ന്യൂ സിലബസ് നോക്കൂ കേട്ടോ. അതെന്താണേലും അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഇപ്പോൾ 6ാം ക്ലാസ് ആയിക്കൊള്ളട്ടെ, ഇനി വരാൻ പോകുന്ന 7ഉം 8ഉം ഏത് സ്റ്റാൻഡേർഡ് ആയിക്കൊള്ളട്ടെ, എല്ലാ സ്റ്റാൻഡേർഡിലും നമുക്ക് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. എന്താണെന്നറിയാവോ? ടൈപ്സ് ഓഫ് മോഷൻ. അതിന് മുന്നോടിയായിട്ട് എന്താണ് മോഷൻ എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം നിങ്ങളെല്ലാവരും എന്നെ കാണുന്നുണ്ട്, മിസ്സിനെ കാണുന്നുണ്ട്. അപ്പം മിസ് ഇവിടെ സ്റ്റാച്ചു അടിച്ചതുപോലെ ഒരു പൊസിഷൻ ചേഞ്ചും ഇല്ലാതെ ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും പറയും മിസ് എങ്ങനെയാണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് എന്ന് പറയും. ഇനി അതേസമയം മിസ് ഇപ്പോൾ അങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്താൽ അപ്പോൾ നിങ്ങൾ എന്ത് പറയും? മിസ് ഏത് സ്റ്റേറ്റിലാണ്? സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് മോഷനും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് മോഷൻ എന്നതിനെപ്പറ്റി ഒരു ബെറ്റർ ആയിട്ടുള്ള ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റും, മോഷൻ ഈസ് എ ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് സറൗണ്ടിങ്. അതായത് നമ്മുടെ ചുറ്റുപാടും നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടൈം നോക്കിയിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്താൽ ആ ഒബ്ജക്റ്റിനെ നമ്മൾ മൂവ്മെൻറ്റിലാണ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് മോഷനിലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റിട്ട് സ്കൂളിൽ പോകുന്ന മക്കളാണ്. തിരിച്ച് നമ്മുടെ വീട്ടിൽ വരുന്നത് വരെ നമ്മൾ കുറേ ഒബ്ജക്റ്റിനെ കാണുന്നുണ്ട്, കുറേ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ആ പല സിറ്റുവേഷനിലും അല്ലെങ്കിൽ പല ഒബ്ജക്റ്റുകളും എന്താണ്, ചിലതൊക്കെ ഇങ്ങനെ റെസ്റ്റിലായിരിക്കും, ചിലതൊക്കെ എന്തായിരിക്കും ഇങ്ങനെ മോഷനിലായിരിക്കും. അപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന എക്സാമ്പിൾസ് വെച്ച് തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് മോഷൻ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾ ഏറ്റവും ആദ്യം ഇവിടെ ഒന്ന് നോക്കിക്കേ. ഇവിടെ മക്കൾക്ക് 3 ചിത്രങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലേ. ഏറ്റവും ഫസ്റ്റ് എന്താ മക്കൾ കാണുന്നത്? മാർച്ച് പാസ്റ്റ് ഓഫ് എ സോൾജിയേഴ്സ്. കുറച്ച് പട്ടാളക്കാരിങ്ങനെ മാർച്ച് പാസ്റ്റ് നടത്തി മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് മക്കൾക്ക് കാണാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? മോഷൻ ഓഫ് സം വെഹിക്കിൾസ്. കുറച്ച് വാഹനങ്ങളുടെ മൂവ്മെൻ്റ് ആണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി മൂന്നാമത് എന്താ കാണാൻ സാധിക്കുന്നത്? ഒരു കുട്ടി ഇതാണ്ട് കുട്ടീൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ കല്ല്, ഇവിടെ ഒരു കല്ലുണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. ഈ കല്ല് ഇതാണ്ട് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മൂന്നാമത്തെ സിറ്റുവേഷൻ. ഈ 3 സിറ്റുവേഷനും നോക്കിയിട്ട് ഇവിടെ ആ ഒരു ഒബ്ജക്റ്റിന് എന്ത് മാറ്റമാണ് വരാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വൺ ബൈ ആയിട്ട് ഓരോ സിറ്റുവേഷനും ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? മോഷൻ ഓഫ് എ വെഹിക്കിൾ, ഒരു വാഹനത്തിൻ്റെ മോഷൻ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ റോഡ് എങ്ങനെയാണ്, സ്ട്രെയിറ്റ് ആയിട്ടാണ് റോഡ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റായ ഈ ഒരു വാഹനം, ഈ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിൽ നിന്ന് മാറി ഈ ഒരു പൊസിഷനിലേക്ക് ഇത് വരും അല്ലേ, ഈ ഒരു പൊസിഷനിലേക്ക് ഇത് വരും. അപ്പം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇവിടെ ആ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിന് പൊസിഷൻ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യാണ്, മോഷൻ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ആ ഒരു മോഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ഒരു നേർരേഖയിലാണ് ഇവിടെ ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റ് സംഭവിച്ചത്, ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഇവിടെ ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റ് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ദ മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്താണ് മക്കളെ? സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? മാർച്ച് പാസ്റ്റ് ഓഫ് എ സോൾജിയേഴ്സ് ഇൻ എ പരേഡ്. ഇവിടെ ഇപ്പോൾ സോൾജിയേഴ്സ് അല്ല, കുറച്ച് കുട്ടികളാണ്. നമ്മൾ ഈ സ്പോർട്സിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ ഇതുപോലെയൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. ഇവിടെയും എങ്ങനെയാണ് ആ കുറച്ച് കുട്ടികളുടെ മൂവ്മെൻറ്റ് ഉള്ളത്? എങ്ങനെയാണ്? അവരും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇങ്ങനെ മാർച്ച് പാസ്റ്റ് ചെയ്ത് പോകുന്നത്, അല്ലാതെ വളഞ്ഞും പൊളഞ്ഞുമാണോ പോകുന്നത്? അല്ല, എല്ലാവരും ഒരേ രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും മോഷൻ ഈസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതായത് ഇവിടെയും എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ആ ഒരു ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റ് സംഭവിച്ചത്. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ, ഒരാൾ കല്ലെടുത്ത് താഴേക്ക് ഇടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് താഴേക്ക് ഇടുന്നു. അങ്ങനെ താഴേക്ക് ഇടുമ്പം ഇവിടെയും നമുക്ക് എന്താ കാണാൻ വേണ്ടി സാധിക്കുന്നത്? ആ ഒരു കല്ലിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നേരെ താഴേക്കാണ് അല്ലേ, നേരെ താഴേക്കാണ്. അതായത് അവിടെയും എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, അത് ഏത് ഒബ്ജക്റ്റ് ആയിക്കൊള്ളട്ടെ, ആ ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് അതിന് മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ
അത്തരം മോഷനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരൊറ്റ പേര് കൊണ്ട് വിളിക്കും. അതാണ് മക്കളെ റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റെക്റ്റിലീനിയർ മോഷൻ എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും, ദ മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ മോഷൻ എന്ന് പറയുന്നത് എങ്ങനത്തെ മോഷൻ ആയിരിക്കും? റെക്റ്റിലീനിയർ മോഷൻ ആയിരിക്കും. ഇനി നമുക്ക് വേറെ ഒരു സിറ്റുവേഷൻ നോക്കാം. നമ്മൾ ഇപ്പോൾ താഴേക്കിട്ട അതേ കല്ല് തന്നെ ജസ്റ്റ് ഒരു നൂലിലൊന്ന് കണക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചുഴറ്റുക. അതായത് ഇവിടെ ഈ ഒരു ചിത്രത്തിൽ ആ കുട്ടി ചെയ്യുന്നത് പോലെ ഒന്ന് ചുഴറ്റുക. അങ്ങനെ ചുഴറ്റുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത് എന്താണ്? ഒരു കല്ലാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇതാണ്ട് ആ ഒരു കുട്ടിയുടെ കൈയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുട്ടി എന്താണ്? ഇവിടെ ഇതാണ്ട് നമ്മുടെ സ്റ്റോൺ ആണ് എന്ന് വിചാരിക്കുക. ആ കുട്ടി എന്ത് ചെയ്യാണ്? യെസ്, ഇതിങ്ങനെ ചുഴറ്റുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റോണിൻ്റെ മോഷൻ എങ്ങനെയായിരിക്കും? സ്റ്റോണിൻ്റെ മോഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു സർക്കിളിൻ്റെ ഷേപ്പിലാണ് ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. അതായത് ഒരു സർക്കുലാർ പാത്തിലൂടെയാണ് ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? സർക്കുലാർ പാത്താണ്, അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെയാണ് ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കുക. ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത മാത്രമല്ല, അതിൻ്റെ ആ ഒരു സെൻറ്റർ, അതായത് ആ ഒരു കുട്ടിയുടെ കൈയും അതുപോലെ തന്നെ ആ ഒരു സ്റ്റോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും, എല്ലാം സെയിം ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു നോർമലായിട്ട് ഒരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ സെൻറ്ററും ഏത് പോയിന്റ് എടുത്താലും എന്തായിരിക്കും? അതന്നെ നമ്മൾ റേഡിയസ് എന്ന് പറയും. റേഡിയസ് എല്ലായിടത്തും സെയിം ആയിരിക്കും. ഇവിടുത്തെ സിറ്റുവേഷനിൽ ആ കുട്ടിയുടെ ആ ഒരു കൈയും നമ്മുടെ ആ ഒരു സ്റ്റോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ വേറൊരു രീതിയിലുള്ള ഒരു മോഷനാണ് പറഞ്ഞത്. ഇവിടെ ഒബ്ജക്റ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? എലോങ് എ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, അല്ലെങ്കിൽ എലോങ് എ സർക്കുലർ പാത്താണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം മോഷനെ നമ്മൾ ഒരു പേര് വിളിക്കും. അതിനെയാണ് നമ്മൾ സർക്കുലാർ മോഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ് സർക്കുലാർ മോഷൻ എന്ന് പറയുകയാണെങ്കിൽ ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അലോങ് എ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം രണ്ട് തരത്തിലുള്ള മോഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വേറെ ഒരു സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. ഒരു സിറ്റുവേഷൻ ഇവിടെ എന്താ മക്കൾ കാണുന്നത്? ഇതാണ്ട് ഒരു ചെറിയ എന്താ പറയുക, ഒരു ഫാന് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ക്ലോക്ക് കാണുന്നുണ്ട്. രണ്ട് ചിത്രങ്ങൾ, രണ്ടും നമ്മുടെ വീട്ടിലുള്ള സംഭവം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള മോഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പറയും, ഇവിടെ ഫാന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊന്നും മൂവ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ക്ലോക്ക് നമ്മൾ ആണിയിട്ട് വെച്ച ആ ഒരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്കൊന്നും മൂവ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് വേറൊരു മൂവ്മെന്റ് കാണാൻ വേണ്ടി സാധിക്കും. എന്താണ്? യെസ്, നമ്മുടെ ഈ ഒരു ഫാനിന്റെ ബ്ലേഡും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലോക്കിന്റെ ആ ഒരു സൂചി നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് നോക്കാം, 1 by 1 ആയിട്ട് മക്കൾ ശ്രദ്ധിച്ചേടാം. ഇവിടെ ഇതാ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ബ്ലേഡ് ഓഫ് എ ഫാനാണ് അല്ലേ. ആ ഒരു ഫാനിന്റെ ബ്ലേഡ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണ്. ആ ഒരു ബ്ലേഡ് എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസ് ഇതിന് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ആക്സിസിന് ചുറ്റും അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹാൻഡ്, ആ ഒരു ക്ലോക്കിൻ്റെ സൂചിയും എന്താണ്? ഈ ഒരു ആക്സിസിന് ചുറ്റും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി അതേ സമയം ഇവിടെ എങ്ങനെയാണ് ഈ ഒരു സർക്കുലർ മോഷൻ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാലോ? അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാവോടാ? ഈ പറയുന്ന ബ്ലേഡിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഡോട്ട് ഇടാം. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ സൂചിയുടെ ഒരു ഭാഗത്തും ചെറിയൊരു ഡോട്ട് ഇടാം. എന്നിട്ട് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ വേണ്ടി സാധിക്കുന്നത്? ഈ ഒരു ഡോട്ട് ഇങ്ങനെ മാറി 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 സർക്കുലാർ പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ ഫാന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലേഡ് ഇങ്ങനെ കറങ്ങൂലേ, ബ്ലേഡ് ഇങ്ങനെ കറങ്ങൂലേ. അപ്പോൾ ബ്ലേഡ് കറങ്ങാന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഈ ഒരു ഡോട്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഡോട്ട് ഇങ്ങനെ ഒരു സർക്കുലാർ പാത്തിൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ സൂചിയും എങ്ങനെയാണ്? അതിങ്ങനെ സമയം മാറുന്നതിനനുസരിച്ച് ഇതും ഇങ്ങനെ സർക്കുലാർ പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ക്ലോക്കിൻ്റെ കേസിലും അതുപോലെ തന്നെ നമ്മുടെ ഫാനിൻ്റെ കേസിലും ഇവിടെ അതിൻ്റെ ആക്സിസിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി അതേസമയം ആ ഒരു ബ്ലേഡിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൂചിയിൽ ഒരു ചെറിയ റെഡിൻ്റെ ഡോട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ അപ്പോൾ നമുക്കത് സർക്കുലാർ മോഷനിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.
സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ മക്കൾക്ക് ക്ലിയറായി എന്ന് മിസ് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് മോഷനും കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നേരത്തെ നമ്മൾ ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ ചുഴറ്റിയില്ലേ, അതേ കല്ലിനെ തന്നെ നിങ്ങൾ ഫ്രീ ആയിട്ട് ഒന്ന് താഴേക്കൊന്ന് തൂക്കിയിട്ട് നോക്കിക്കേ. താഴേക്ക് ഇങ്ങനെ ചുമ്മാ ഫ്രീ ആയിട്ട് ഇങ്ങനെ തൂക്കിയിടുക. ഓക്കെ, ഇതാണ്ടേ ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ തൂക്കിയിടുക. അങ്ങനെ തൂക്കിയിട്ടിട്ട് നിങ്ങൾ ഒരു ചെറിയ ഒരു ഭാഗത്ത് നിന്നും ഒന്ന് പുറകിലേക്ക് വെച്ചിട്ട് നിങ്ങളത് മുന്നോട്ടേക്ക് വിട്ടാൽ എന്ത് സംഭവിക്കുന്നു? ഈ ഒരു കലാദ്യം ഇവിടെ എത്തും, പിന്നെ ഇവിടെ എത്തും, പിന്നെ ഇവിടെ എത്തും, പിന്നെ ഇവിടെ എത്തും. അങ്ങനെയല്ലേ പോകുന്നത്? യെസ്. അതായത് ഇങ്ങനെ ഫ്രീ ആയിട്ട് അതിങ്ങനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക, അതിനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പെൻഡുലം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു മോഡലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെൻഡുലം. ഇനി ഇതേ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്? നിങ്ങളെല്ലാവരും ക്ലോക്ക് കണ്ടിട്ടുണ്ടാവും. ഈ ക്ലോക്കിൻ്റെ താഴെ നിങ്ങളിങ്ങനെ പെൻഡുലം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു, പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു, പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു, പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു, പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ കുറഞ്ഞ് അത് ആദ്യത്തെ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോ, ഇവിടുത്തെ മോഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അതായത് മക്കളെ, ആദ്യം ഇതാണ്ട് ഇങ്ങോട്ടേക്ക് പോയി, പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് പോയി, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് വന്നു, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ആദ്യത്തെ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അവിടെ ഒരു റിപ്പീറ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻ്റാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവെല്ലിൽ, അതായത് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റ് സംഭവിച്ചാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളിങ്ങനെ ഊഞ്ഞാലാടുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ കുറച്ച് ബാക്കോട്ടേക്ക് ഒന്ന് വലിക്കും. ഓക്കെ, കുറച്ച് ബാക്കോട്ടേക്ക് വലിക്കും, പിന്നെ നമ്മളൊന്ന് തള്ളി ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യും, പിന്നെ അത് ഇങ്ങോട്ടേക്ക് വരും, പിന്നെ ഇങ്ങോട്ടേക്ക് വരും, പിന്നെ ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെയല്ലേ നമ്മൾ ഊഞ്ഞാലാടുന്നത്? ഇതേ സിറ്റുവേഷനിൽ തന്നെയല്ലേ നമ്മൾ ബെല്ലിൻ്റെ വർക്കിങ്ങും എങ്ങനെയാണ്? അതിങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കുമ്പോഴും ആ ഒരു ബെല്ലിൻ്റെ അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? അത് പീരിയോഡിക്കലി ആണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മോഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? പീരിയോഡിക് മോഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് റിപ്പീറ്റ് ഇറ്റ്സ് മോഷൻ ആഫ്റ്റർ സം ടൈം. കേട്ടോ, കുറച്ച് സമയം കഴിയുമ്പം ആ ഒരു മോഷൻ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ റെക്റ്റിലീനിയർ മോഷൻ, സർക്കുലാർ മോഷൻ, പീരിയോഡിക് മോഷൻ, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഈ ഒരു ക്ലോക്കിൻ്റെ കേസിൽ പറയാൻ പറ്റുമോ നോക്കിയാലോ? ക്ലോക്കിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെയാണ്? ഇവിടെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്? യെസ്, നമ്മുടെ ഈ ഒരു സൂചി നോക്കുവാണെങ്കിൽ, ക്ലോക്കിൻ്റെ ആ ഒരു ഹാൻഡ് നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? അതൊരു സർക്കുലാർ മോഷനിലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പെൻഡുലം ചെക്ക് ചെയ്യുവാണെങ്കിൽ അത് പീരിയോഡിക് മോഷനാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു ആക്സിസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്? മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് മോഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ കുറേ സിറ്റുവേഷൻ നിങ്ങൾ ഓർത്ത് നിങ്ങളിത് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള കുട്ടി ക്ലാസ്സസൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.